Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യൂട്യൂബിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന യേശു ക്രിസ്തുവിന്റെ വാത്സല്യ വാചനങ്ങളെ അട്ടപ്പാടി സഹിയോൻ മിനിസ്ട്രീസിൽ നിന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും യേശു ക്രിസ്തുവിന്റെ ധന്യ നാമത്തിൽ കൃപയും സമാധാനവും. Praise the Lord. Praise the Lord. ഇന്ന് നാം ചിന്തിക്കുന്നത് യേശു ക്രിസ്തു ആരിലും വലിയവൻ. ഒരനുഭവം ശ്രദ്ധിക്കാം. ഞാൻ പാണവിലാവ് ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ തലയ്ക്ക് 12 വർഷം ഭയങ്കര വേദനയായിരുന്നു. ഏതാണ്ട് ഒരു 4 മാസം മുമ്പ് അത് വളരെയധികം കൂടുകയും ഒരു രാത്രി മുഴുവൻ ഞാൻ കുത്തിയിരുന്ന് ഞെളിപിരിക്കൊണ്ട് ഞാൻ ആ വേദന സഹിച്ചിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഹൈറേഞ്ചിലെ ഡോക്ടറുടെ അടുത്ത് ചെന്ന് വിവരങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കാഞ്ഞിരപ്പള്ളി ചെന്ന് സ്കാൻ ചെയ്തുകൊണ്ട് വരാം, എക്സ്റേ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. എക്സ്റേ എടുത്തുകൊണ്ട് വന്നു. അതിലെല്ലാം തെളിഞ്ഞില്ല. പിന്നെയും പറഞ്ഞു ഒരു പ്രാവശ്യം കൂടെ പോയി എടുക്കാൻ പറഞ്ഞു. അതിൻ്റെ കൂടെ 900 രൂപയുടെ ആ എക്സ്റേ എടുത്തുകൊണ്ട് വന്ന് കാണിച്ചു കഴിഞ്ഞപ്പം ഡോക്ടർക്ക് സംശയം എൻ്റെ തലയടിക്ക് 5 ഞരമ്പുകളും തേഞ്ഞ് എത്രമേൽ ക്ഷയിച്ചിരിക്കുകയാണ്. തലയുടെ പുറകിലുള്ള ഞരമ്പുകളെല്ലാം എന്ത് പറ്റിയെന്നാ പറഞ്ഞത്? ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഞരമ്പും ക്ഷയിച്ച് തീരാൻ അങ്ങനത്തെ സ്ഥിതിയാണെന്ന്. ഡോക്ടർ പറഞ്ഞു ഇത് ഇനിയിപ്പോൾ യാതൊരു ചികിത്സയില്ല, ഒരു ഓപ്പറേഷനും പറ്റത്തില്ല. അച്ഛനൊരു കാര്യം ചെയ്യുക, ഇന്നത്തെ 78 വർഷക്കാലം അധ്വാനിച്ചില്ലേ, ഇനി ഒരു കാര്യം ചെയ്യുക, പോയി ബെഡ് റെസ്റ്റ് എടുക്കുക. ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ, ചുമ്മാ കാല് നീട്ടി കിടക്കുക. ഇത്രയും കാലമൊക്കെ ഓടുകയും ചാടുകയും അധ്വാനിക്കുകയൊക്കെ ചെയ്തതല്ലേ, ഇനി കിടക്കുക, അതല്ലാതെ വേറെ ഒരു ഗത്യന്തരവും ഇല്ല എന്ന് ഈ അച്ചായനോട് അങ്ങോട്ട് പറഞ്ഞ്. തലവണ വെക്കരുത്, 1 കിലോ ഭാരം പോലും കയ്യിൽ എടുക്കരുത് എന്നൊക്കെ എന്നോട് പറഞ്ഞു. കിടക്കാൻ നേരത്ത് മാത്രം ആഹാരം കഴിക്കുമ്പോഴും മാത്രമേ ഈ കോളർ ഊരി വെക്കാവുള്ളെന്നും പറഞ്ഞു. കോളറും വെക്കണം എന്ന് പറഞ്ഞല്ലേ? അതെ, കോളർ വെക്കണം, ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രം. പിന്നെ എപ്പോഴാ ഞാൻ അവിടെ വളരെ വിഷമിച്ച് ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഏതായാലും ഡോക്ടർ വീണ്ടും പറഞ്ഞു മംഗളത്തിൽ ചെന്ന് ഒന്നുകൂടെ സ്കാൻ ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞു. കോട്ടയത്ത് മംഗളത്തിൽ പോയി ഞങ്ങൾ സ്കാൻ ചെയ്തുകൊണ്ടെന്ന് അതും കാണിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി എൻ്റെ സംശയങ്ങളെല്ലാം പൂർത്തീകരിച്ചു, ഇനി മരുന്നുമില്ല, ഒന്നുമില്ല, വീട്ടിൽ പോയി വിശ്രമിച്ചോളാൻ പറഞ്ഞു. ഇനി ഈ ചികിത്സ, ഈ ഒരു രോഗത്തിന് മരുന്നില്ല, ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല, ഇനി ഒന്നും നോക്കണ്ട, ഇതിന് ഇങ്ങോട്ട് വരുവോ വേണ്ട, എല്ലാ വിധത്തിൽ ഡോക്ടർ തീർത്തും വിധി എഴുതി. ഞാൻ ഈ ധ്യാനപ്രസംഗം കേൾക്കുന്നതിൽ അത്ര 100% എനിക്ക് വിശ്വാസമില്ലായിരുന്നു. എങ്കിലും എൻ്റെ ഭാര്യ എന്നെ എന്ന് നിർബന്ധിക്കും. അത് ശരി, ഞാനൊരു 50% വിശ്വാസക്കാരനായിരുന്നു. പക്ഷെ ഭാര്യ ഒരു ഫുൾ കോഴ്സ് കൂടിയാണ്. അതെ, എന്നോട് പറയും വന്ന് നീ വചനപ്രഘോഷണം കേൾക്കാൻ പറയും. 8:30 ആകുമ്പോഴത്തെ മനുഷ്യ അവിടെ കാല് നീട്ടി കിടക്കാതെ ഇത് വചന പ്രഘോഷണം കണ്ടില്ലേ, മര്യാദയ്ക്ക് ഇവിടെ വന്നിരുന്ന് വചനം കേൾക്കാൻ പറ്റുമെങ്കിൽ വചനം കേൾക്ക്, സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞ് ഭാര്യ നല്ല ഒരു 100% വിശ്വാസമുള്ള ഭാര്യയാണ്. ഭാര്യ 50% വിശ്വാസമുള്ള ഭർത്താവിനെ ഇങ്ങനെയാണ് നിലയ്ക്ക് നിർത്തുന്നത്. അങ്ങനെ ഞാൻ ബെഡേ പോയി കിടന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ ആരോ എന്നെ വിളിച്ചു വെക്കുന്ന പോലെ തോന്നി. നീ പോയി അതൊന്ന് കേക്ക്, നീ പോയി ആ TV-യിലെ ആ ആരാധനയ്ക്ക് കൂടെന്ന് പറയുന്ന ആരോ വന്ന്. പിന്നെ ഭാര്യ പറഞ്ഞപ്പോഴും ചേട്ടൻ കേട്ടില്ല. ഭാര്യയോട് പറഞ്ഞു നീ എന്നോട് അധികം സംസാരിക്കേണ്ട, നിന്നെ അങ്ങനെ പലതും പറഞ്ഞ് ഭാര്യനെ അമർച്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിനൊരു കട്ടിൽ തന്നെ കിടക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു, കട്ടിലേ കിടക്കുന്ന സമയത്ത് വീണ്ടും ആരോ വന്നിങ്ങനെ ഉണർത്തുക, നീ ഇങ്ങനെ എഴുന്നേക്ക് പോയിരുന്ന് കേക്ക്, ഇങ്ങനെ കടന്നു പോവുള്ളൂ, അവിടെ നിന്ന് പോയിരുന്ന് കേക്ക്, ആരാധനയുണ്ട് എന്നൊക്കെ ആരോ വന്നിങ്ങനെ പുഷ് ചെയ്യുക അല്ലേ? അതെ. ഞാൻ അവിടുന്ന് കസേരയിൽ പോയി ഇരുന്നു. ആരാധനയുടെ നേരമായിരുന്നു. കൈപൊക്കി എല്ലാവരും ഞാനും അറിയാതെ കൈപൊക്കി പ്രാർത്ഥിച്ചു. ഈശോയെ എനിക്ക് നീ സൗഖ്യം തരണേ, എനിക്ക് നീ എന്നെ കൊണ്ട് ഒന്നുമില്ല, എനിക്ക് എൻ്റെ കോളർ അടിപ്പിച്ച് ഞാൻ അന്നു ചെയ്യുന്ന ജോലികൾ എന്നെ ചെയ്യിക്കണേ, അന്നു ചെയ്യാനുള്ള ജോലികൾ ചെയ്യാനുള്ള ശക്തി തരണേ എന്ന് പറഞ്ഞ ഒറ്റ പ്രാർത്ഥന കൈ ഉയർത്തിപ്പിടിച്ച് ഈ കോളർ ഒന്ന് യേശുവെ ഈ കോളർ ഒന്ന് എടുത്തു മാറ്റി അന്നു വേണ്ട ജോലി ചെയ്യാനുള്ള ശക്തി തരണേ എന്ന് പറഞ്ഞ ഒറ്റ പ്രാർത്ഥന. അല്പം കഴിഞ്ഞപ്പം ഒരു ഇടിവാള് പോലെ മിന്നെന്ന് വന്നു. അതിന് പറഞ്ഞറിയിക്കാമെന്ന്, സ്വർണത്തിനെ കഴിഞ്ഞും ഭയങ്കര ശോഭയായിട്ട് തോന്നി എനിക്ക്. ദൈവമേ, സ്വർണത്തേക്കാൾ ശോഭ, ഇടിവാൾ പോലെ ഒരു സ്വാധീനം, ഒരു ശക്തി, ഒരു ഇടപെടല് പെട്ടെന്ന് ഫ്രണ്ടിൽ ഇങ്ങനെ ഉണ്ടായി അല്ലേ? ഇങ്ങനെ
അതിന് അനേക കതിരുകളും ഉണ്ടായിരുന്നു. ആ അവ എൻ്റെ അങ്ങനത്തെ കതിരൊന്നും ഇവിടെ പറഞ്ഞ പലർക്കും മനസ്സിലാകാത്ത സ്ഥിതിയാ. പറഞ്ഞെന്നാലും പറഞ്ഞു. എൻ്റെ തലയ്ക്കകത്തൂടെ ഇതെല്ലാം കയറി മിന്നി. അപ്പം ഞാൻ ഒരു അബോധാവസ്ഥയിലായി. ഈ ഇടിവാൾ ഇങ്ങോട്ട് വന്നിട്ട് തലയ്ക്ക് ഉള്ളിൽ കൂടെ കയറി എല്ലാ ഞരമ്പിൽ കൂടെ അതങ്ങോട്ട് പ്രവർത്തിച്ച് അപ്പോഴത്തേനും ചേട്ടൻ അബോധാവസ്ഥയിലായി. അല്പസമയം കഴിഞ്ഞപ്പോൾ എൻ്റെ ഇടത്തെ കാലുവഴി കറണ്ട് കയറുന്ന പോലെ ഒരു ഷോക്ക് ഇങ്ങനെ വന്നിട്ട് ഈ ഞരമ്പ് വഴി എല്ലാം കയറി തലയ്ക്കകത്തോട്ട് അരിച്ചറിച്ച് എല്ലാ ഞരമ്പുകളിൽ കൂടി ഒരു ഷോക്ക് പാസ് ചെയ്യുന്ന അനുഭവം ഉണ്ടായി. അനുഭവമായി. ഉടനെ ഞാൻ അവിടെ മരച്ച് അവിടെ അങ്ങ് ഇരുന്നു. 10 മിനിറ്റ് ഈ ധ്യാനം കഴിഞ്ഞു. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേക്കുന്നില്ല കസേരയെന്ന്. 9 മണിക്ക് അഭിഷേകത്തിന് 9 മണിക്ക് തീർന്നു. പിന്നെ ചേട്ടൻ ഇങ്ങനെ ഉടനെ ഭാര്യ ഉറപ്പിച്ചു അറ്റാക്കായി. ഭാര്യ വന്ന് വിളിച്ച് നിങ്ങൾക്ക് എന്നാ വെളിപാടുണ്ടായോ ഇന്ന് എഴുതിയത്തേക്ക് പോകാൻ വല്ലെന്ന് ചോദിച്ചു. ഞാൻ അന്നേരമാണ് എനിക്ക് ഭാര്യ എന്താ പറഞ്ഞത്? മനുഷ്യ എഴുതേക്ക് വെളിപാട് ഇട്ടിരിക്കുകയാണെന്ന് ചോദിച്ച് ഭാര്യ അപ്പം 100% വിശ്വാസം ആയിട്ടില്ല കേട്ടോ. അവിടുന്ന് ഞാൻ ആരും അറിയാതെ പയ്യെ പോയി ബെഡേ പോയി ഈ കോളറില്ലാതെയും തലവണിയൊക്കെ എടുത്ത് മാറ്റി സൈഡിൽ വെച്ചിരിക്കാൻ തലയും കുത്തി. ഇത് കൂടെ പറഞ്ഞത് ഗംഭീര സംഭവമാണ്, നിസ്സാര കാര്യമല്ല. തല കൊണ്ടൊരു അപ്പൊ നോക്കി പാവപ്പെട്ട ചേട്ടൻ കണ്ടോ, ഭാര്യ ഇൻസൾട്ട് ചെയ്താണ് എന്താണെന്നറിയില്ല. ഭാര്യ എന്താ മനുഷ്യ വെളിപാടുണ്ടായിരിക്കുകയാണോ, ഇനി പോയി കടന്നുകൊണ്ടേന്ന് എന്താ ചോദിച്ചു. അപ്പോൾ എന്ത് ചെയ്തു, ഈ അച്ചായൻ പയ്യെ ആരും ബുദ്ധിമുട്ടിക്കാതെ പിടിച്ച് പയ്യെ കട്ടിലേ പോയി കിടക്കാൻ നോക്കുക. 10-15 പ്രാവശ്യം ഇങ്ങനെ തിരിക്കുകയും മറിക്കുകയും കുടയും എല്ലാം അങ്ങോട്ട് ചെയ്തു. എന്നിട്ട് എനിക്കൊരു വേദനയില്ല. മുറി പോയിട്ട് വാതിലടച്ചിട്ട് അതെ എല്ലാം എല്ലാ കസർത്തിങ്ങും ഞാൻ എല്ലാ കസർത്തുകളും ചെയ്തു. അത് ആദ്യം ഒരു വാക്കാണ് കസർത്ത്. സർവ്വ കസർത്തും ചെയ്തു. എന്നിട്ട് എനിക്ക് യാതൊരു പ്രയാസവും തോന്നിയില്ല. അവിടുന്ന് ഞാനിങ്ങനെ എൻ്റെ ഈശോയെ എന്ന് മുന്നേ കിടന്നു. ഒരു 4 മണി വെളുപ്പിന് 4 മണിയായപ്പം എന്നെ ആരോ വിളിച്ചെഴുന്നേൽക്കുന്നതിൽ എഴുന്നേറ്റിട്ട് അന്ന് രാത്രിക്കൊണ്ട് ഈശോയെ എന്ന് പറഞ്ഞ് ഫുൾ വിശ്വാസം, നല്ലൊരു ജ്വലനമായി. കാരണം ഇത് സംഭവം അത്ഭുതമല്ലേ. അപ്പോൾ ഈശോ അപ്പം 4 മണിയായപ്പോൾ എന്താണ്ടായത്, ഞാൻ നിന്റെ ഭാര്യയോടെങ്കിലും നീ ഈ കാര്യം ഒന്ന് പറ എന്ന് പറയാൻ തുടങ്ങി എൻ്റെ മനസ്സ്. ഞാൻ അവിടെ നിന്നിട്ട് എനിക്ക് ഒരു അപകർഷാബോധം, ഇതെങ്ങനെ പറയും, എന്നെ ഇവർ കളിയാക്കുമല്ലോ പിറ്റേ ദിവസം കുടുംബാംഗങ്ങളെ എന്നോർത്ത് ഞാൻ മിണ്ടാതെ പിന്നെ ഇച്ചിരി നേരം കിടന്നു. പയ്യെ കിടന്നു. അങ്ങനെ തലവണിയൊക്കെ വെച്ച് കിടന്നു. പിന്നെയും എൻ്റെ മനസാക്ഷി സമ്മതിക്കുകയില്ല. നീ ആരോടെങ്കിലും പോയി പറ അല്ലേ. 4 മണിക്ക് നേരെ വെളുക്കാൻ രാത്രി തന്നെ പോയി പറയാൻ പറഞ്ഞ് ഇങ്ങനെ പുഷ് ചെയ്യുക അല്ലേ. അതെ, ഞാൻ കുടുംബത്തെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു പറഞ്ഞു എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ രാത്രി നേരം വിളിക്കുന്നതിന് മുമ്പ് ചെന്ന് ഭാര്യ കൂർക്കം വലിച്ച് ഉറങ്ങുക. മുത്തേ എഴുന്നേക്ക്. ഇന്നലെ രാത്രി ഇതുപോലെ TV കണ്ടുകൊണ്ടിരുന്നപ്പം ആ അഭിഷാഗ്നിയുടെ സമയത്ത് കൈ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ ഒരു ഇടുവാളി ഞാൻ കണ്ടു. അതിന് അനേക കതിരുകളുണ്ടായിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ ഒരു ഷോക്കൻ്റെ കാലുവഴി കയറി എല്ലാം ഞരമ്പിലൂടെ പാസ് ചെയ്തു, കറണ്ട് അടിച്ചു. അത് കഴിഞ്ഞുകൊണ്ട് ഇനി ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലികൾ നാളെ രാവിലെ ഞാൻ ചെയ്യാൻ തീരുമാനിച്ചു. ആരും തടയരുത്, പിള്ളേരോടും പറയരുതെന്ന് പറഞ്ഞു. എന്നെ ആരും തടയരുത് എന്ന് ഭാര്യനെ ആദ്യം ഇതാക്കി. ഏതായാലും ഞാൻ പോയി എൻ്റെ പശുവിനെ കെട്ടി കാടിനുകളെ അന്വേഷിച്ചു, കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാനൊരു 10-100 മുടി കപ്പയ്ക്ക് തൂമ്പാടുത്ത് അങ്ങോട്ട് കിളച്ചു. കപ്പം കൂടി കുറെ അങ്ങോട്ട് എന്നിട്ടും അതിന് എൻ്റെ തലയ്ക്ക് ഒരു വേദനയില്ല. ഇപ്പൊ കോളർ ആ കോളർ 3 എണ്ണം മേടിച്ചാൽ ഒരു കോളർ 2 ആഴ്ച ഇട്ടതേ ഉള്ളൂ. ബാക്കി എല്ലാം വീട്ടിൽ ഇരിപ്പുണ്ട്. അത് 3 എണ്ണം ഇരിപ്പുണ്ട്. കോളർ ആവശ്യം ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഏതായാലും ദൈവം ഈശോ എനിക്ക് അനുഗ്രഹം തന്നു. എനിക്ക് 78 വയസ്സായി. ഇതുപോലൊരു വേദന, ഞാൻ മരണവേദന സഹിച്ച ഒരു മനുഷ്യനാണ്. ഈശോ എന്നെ സൗഖ്യപ്പെടുത്തി. നരകത്തിൽ പോയാൽ പോലും ഇത്ര വേദന, അതേമാതിരി മരണവേദന സഹിച്ച് നടന്ന ചേട്ടനാണ്. ഞാൻ ഇങ്ങനെ ചുരുണ്ടങ്ങിരിക്കുവായിരുന്നു. വേദന വന്നു കഴിയുമ്പോ ചുരുണ്ടങ്ങട്. ഏതായാലും ഈശോ എന്നെ ഇപ്പൊ എനിക്കൊരു 4 മണിയാകുമ്പോൾ എഴുന്നേറ്റാൽ ഉടനെ എൻ്റെ ദിനേരികൾ ചെയ്ത് പോയി പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന കാണും, കുർബാന കൈക്കൊള്ളും, പള്ളിക്ക് വരും. വികാരി അച്ഛനോട് ആദ്യം പറഞ്ഞിട്ട് അച്ഛൻ വിശ്വസിച്ചില്ല. പിന്നീട് അച്ഛൻ്റെ തല പിടിച്ച് 2-3 കുലുക്കി. അന്നേരമാണ് വികാരി അച്ഛനും വികാരിച്ചൊരാള് കസർന്നാണ് വികാരി. അച്ഛൻ ആദ്യം ഇങ്ങനെയൊക്കെ പോവാ, 5 നരമ്പ് ക്ഷയിച്ച് കിടക്കഞ്ഞ് പോവാന്നൊക്കെ വിചാരിച്ചിരുന്നു. അച്ഛൻ പിന്നെ തേങ്ങ കുലുക്കി നോക്കണ മാതിരി 3-4 കുലുക്ക്. അപ്പം ഇവിടെ വന്ന് സാക്ഷ്യം ഞാനാണെങ്കിലും കുലുക്കും കേട്ടോ. കാരണം എന്താ വെച്ചാൽ അച്ഛനെന്ന് എനിക്ക് ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട്.
ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്ന കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു അത് ശരി. ഇതിനു മുമ്പ് അവിടെ പുൽപ്പറമ്പിലച്ഛൻ അവിടെ ഇരുന്നതാണ്. അച്ഛൻ എന്നെയും കുടുംബത്തെയും നല്ലപോലെ അറിയാം. അതുകൊണ്ട് ചേട്ടൻ വിഷമിക്കേണ്ട, അച്ഛൻ്റെ അടുത്ത് നിന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ മതി, അച്ഛൻ സാക്ഷ്യം പറയാനുള്ള അവസരം ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞു. എന്തായാലും സാക്ഷി പറയാൻ വികാരിച്ചൻ ഒരു അനുവാദം ഇത് കൊടുത്തു. ഇതാ ചേട്ടൻ വന്ന് ഇന്ന് കർത്താവ് എന്താണ് എനിക്ക് വേണ്ടി ചെയ്തത് എന്ന് ഈ ജനങ്ങളുടെ മുമ്പാകെ വെളിപ്പെടുത്തുകയാണ്. ഈശോയെ നന്ദി. ദൈവമേ, ഈശോയെ സ്തോത്രം. എൻ്റെ ചേട്ടാ ഈശോയിൽ വിശ്വസിക്കണുണ്ടോ? 100% ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ, ഈശോയിൽ ഞാൻ വിശ്വസിക്കുന്നു. 100% 100% സത്യമായിട്ട് 100% വിശ്വസിക്കുന്നു. ചേട്ടത്തിനേക്കാൾ കൂടുതൽ വിശ്വാസം ഇപ്പോൾ ഈശോ ഈ ചേട്ടന് ഗിഫ്റ്റ് ആയി കൊടുത്തു. ഇത് മാറ്റിയതിനേക്കാൾ കൂടുതൽ ആ ഒരു ശരാശരി ലെവലിൽ നിന്ന് അങ്ങോട്ട് മാറ്റി. കാരണം ഇടിവാള് പോലെ ഇങ്ങോട്ട് ശക്തി വന്ന് അത് തലയ്ക്കുള്ളിലേക്ക് കയറി എല്ലാം ഞരമ്പിൽ കൂടെ അരിച്ചറിച്ചിറങ്ങി കാലേന്നൊരു ഷോക്ക് പോലെ വന്ന് സർവ്വ നാഡീ ഞരമ്പുകളെയും അത് പുനഃസൃഷ്ടി ചെയ്ത് പുതിയ ഞരമ്പുകളും പുതിയ പേശികളും പുതിയ കഴുത്തിലെ ആ കശേരുകളൊക്കെ കൊടുത്തങ്ങ് അനുഗ്രഹിച്ച് ഇപ്പം എന്ത് കസരത്ത് നടത്തിയാലും ഒരു കുഴപ്പമില്ല. ഈശോയെ നന്ദി. ഈശോയുടെ പ്രിയപ്പെട്ട അപ്പച്ചൻ 2 കരങ്ങൾ നന്നായിട്ട് ഉയർത്തി നല്ല നിങ്ങൾക്കൊരു സന്തോഷമൊന്നുമില്ലേ? നന്നായിട്ട് കൈ ഉയർത്തി നന്നായിട്ട് കൈ വീശി കൈയടിച്ച് പാടിക്ക് ഉത്സാഹിച്ച് നന്ദി നന്ദി നാദാ, സ്തുതി എന്നാദാ. നന്ദി നന്ദി നാദാ, സ്തുതി എന്നാദാ. നിന്നെ വാഴ്ത്തുന്നു, നിന്നെ പുകഴ്ത്തുന്നു, യേശുനാമമുയർത്തുന്നു. നിന്നെ വാഴ്ത്തുന്നു, നിന്നെ പുകഴ്ത്തുന്നു, യേശുനാമമുയർത്തുന്നു, യേശുനാമമുയർത്തുന്നു. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 27-ാം തിരുലിഖിതം, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഈ വചനം എന്നുറക്കെ പറയാമോ? മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. നിങ്ങളിൽ വളരെ ഞെരുക്കമുള്ളവര് ഈ വചനം ഒരു 30-33 തവണ പറഞ്ഞ് നിങ്ങളുടെ രോഗത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തി ആ രോഗാവസ്ഥകളിലേക്ക് വ്യാപരിക്കും. വലിയ അത്ഭുതങ്ങൾ കാണും. നിങ്ങളത് സാക്ഷ്യപ്പെടുത്താമെന്ന് നേർച്ച നേർന്ന് പ്രാർത്ഥിച്ച് 33 തവണ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊള്ളുക. വലിയ വിടുതൽ കർത്താവ് വചനത്തിന്റെ ശക്തിയാലും അവിടുത്തെ നാമത്തിന്റെ ശക്തിയാലും കുടുംബങ്ങളിലേക്ക് വർഷിക്കും. എന്നുറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മനുഷ്യന്റെ അനുഭവം ശ്രദ്ധിച്ചു നോക്കിക്കേ. അദ്ദേഹം അവിടെ വേദനിച്ച് നരകിച്ച് ജീവിതത്തിൽ നരകിക്കുന്ന വേദന അനുഭവിച്ച്, എന്നാൽ ഒരു നാൾ വചനം കേട്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞു. യേശുക്രിസ്തുവിനെ രക്ഷിതാവ് നാഥനമായി സ്വീകരിച്ച് ഉച്ചത്തിൽ നിലവിളിച്ച് ദാവീദിന്റെ പുത്ര യേശുവേ കരുണ തോന്നണമേ എന്ന് നിലവിളിച്ച ആ അന്ധയാചകൻ ബർത്തിമേസിനെ കുറിച്ച് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാമത്തെ അധ്യായം നിങ്ങൾ വായിച്ചിട്ടില്ലേ? യേശു അവിടെ നിന്നു. യേശു ചോദിച്ചു, വാട്ട് ഷാൽ ഐ ഡു ഫോർ യു? ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, എനിക്ക് കാഴ്ച കിട്ടണം. യേശു അവന് കാഴ്ച കൊടുത്തു. അതുമാതിരി തന്നെയല്ലേ ഈ മകന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? നിലവിളിച്ചു. കർത്താവ് ആ ക്ഷണത്തിൽ ഇടപെട്ടു. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? എനിക്ക് വേദന മാറ്റി തരണം. ഹൃദയത്തിന് നിലവിളി അതായിരുന്നു. ആ വേദന അവിടെ മാറ്റിക്കൊടുത്തു. നേരം വെളുത്തപ്പോൾ വേദനയില്ല. അപ്പോൾ തന്നെ അവിടെ ആ പ്രോഗ്രാം തീർന്നപ്പോൾ വേദന തീർന്നു. ഇൻസ്റ്റന്റ് ഹീലിംഗ്. ദ്രവിച്ചു പോയ ഞരമ്പുകളെ പുതിയ ഞരമ്പുകളാക്കി, പുതിയ പുനഃസൃഷ്ടി നൽകി, പുതിയ ഞരമ്പുകൾ വെച്ച് പിടിപ്പിച്ച് കർത്താവ് അങ്ങോട്ട് അനുഗ്രഹിച്ച് എന്നുറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കാം. യേശു ആരിലും വലിയവൻ,
യേശുവേ നീ എനിക്കെന്നും മതിയായവൻ. യേശുവേ എൻ്റെ ദൈവമേ അവിടുന്ന് എനിക്കെന്നും മതിയായവൻ. മക്കളെ, ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും യേശുവിനെ കുറിച്ച് കേൾക്കുന്നത്. ഒരുപക്ഷെ ഒരുപാട് കാലം കേട്ട് പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും. ഇന്ന് ഈ സമയം കർത്താവ് സ്പർശിക്കാൻ നിശ്ചയിച്ചിട്ടുള്ള സമയമല്ലേ? അതുകൊണ്ടല്ലേ ഇത് കേൾക്കാൻ ഇടവന്നത്. റോമാലേഖനം 9:16 മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെ അടിസ്ഥാനം. ഇത് കാണാൻ ഇത് കേൾക്കാനും ഇടവന്നത് ദൈവത്തിൻ്റെ ദയ കൊണ്ട് മാത്രമാണ്. മക്കളെ, രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം, ഉച്ചത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ എൻ്റെ ദൈവമേ നീ എന്നും മതിയായവൻ, എന്നും മതിയായവൻ. യേശുവേ അതിരം തുറന്ന് യേശുവേ എൻ്റെ ദൈവമേ ഹൃദയം നുറുങ്ങി നിലവിളിച്ച യേശുവേ Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യോഹന്നാന്റെ സുവിശേഷം 3:27 സ്വർഗത്തിൽ നിന്ന് ദാനമായി നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിപ്പാൻ സാധ്യമല്ല. Praise the Lord. Praise the Lord.